Praise the Lord. Praise the Lord. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ മക്കൾ എന്ന ജാതീയ മേഖലയിൽ കടന്നുപോയി കർത്താവിനെ വെല്ലം ചെയ്തു. അസംബ്ലി സോണിൽ 2 സഭ ആരംഭിക്കുവാൻ അവിടുത്തെ IPCയുടെ സഭയുടെ ആദ്യ വിശ്വാസികൾ നമ്മുടെ പ്രവർത്തനത്തിലുള്ളവർ ടൗണിൽ ആരംഭിച്ചപ്പോൾ ദൈവമക്കളുണ്ടാകുന്ന രാഷ്ട്രീയത്തിൽ ആ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്ന വേളയിൽ തന്നെ 3 സഭകൾ ആരംഭിക്കുവാൻ അതിനുശേഷം 19 കോർഡിനേഷൻ കിട്ടിയതിനു ശേഷം വീണ്ടും ബാംഗ്ലൂരിൽ സ്റ്റഡിക്ക് കടന്നുപോയി തിയോളജിക്കലി മാസ്റ്റർ ഡിഗ്രി എടുത്തു. ഞാൻ മടങ്ങി വന്നു. വരവഴി എന്ന സ്ഥലത്ത് അസുഖത്തോടെ സഭാനായിട്ടും IPC പഠിപ്പിക്കാനും ഇടയായി. 2001 മുതൽ ഞാൻ പത്തനാപുരത്ത് കടന്നു വന്നു. പത്തനാപുരം സെങ്കിലാത്ത് എന്ന ഒരു പഴയ സഭയുടെ സുഹൃത്തായിരിക്കും ഇരിക്കുന്ന വേളയിൽ എൻ്റെ വൈഫിന് അസാധാരണമായ ഒരു അസുഖമുണ്ടായി. ഇരിക്കുന്ന അദ്ദേഹം എന്റെ സ്ഥലത്ത് ഞാൻ അലുമുക്കിൽ 5 വർഷം സുഖയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കെട്ടിടത്തിൽ വെച്ച് നാളുകളായി ഞങ്ങൾ ബൈബിൾ ക്ലാസ് എടുക്കും. ഞാൻ എന്റെ അനുഭവം ഇങ്ങനെ ഉള്ളതുകൊണ്ട് അറിയുന്ന വ്യക്തികളുള്ളിടത്ത് മാത്രമേ ഞാൻ അനുഭവം പറയും. സൂക്ഷിച്ച് ഞാൻ പോകാറുള്ളത്. കാരണം അനുഭവം എല്ലാവർക്കും കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ചിലപ്പോൾ കഴിയത്തില്ല. അതുകൊണ്ട് അധികം അറിയാവുന്നവരുള്ളതാണ് ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നത്. എന്റെ വൈഫിന് 2001 പത്തനാപുരത്തെങ്കിലത്തായിരിക്കുമ്പോൾ അസാധാരണമായ ഒരു അസുഖം പിടിപെടുന്നു. തിരുവനന്തപുരത്ത് സ്ത്രീകളെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് 5 ദിവസങ്ങൾ ടെസ്റ്റുകൾ നടത്തി. അവർ പറഞ്ഞത് ലക്ഷങ്ങളിൽ ഒരാളിനുണ്ടാകുന്ന അസുഖമാണ്. എന്ത് കാരണം കൊണ്ടുണ്ടാകുന്നു എന്ന് മെഡിക്കലിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും പല മരുന്നുകളും ഹോമിയോപ്പതി ആയുർവേദം ഒക്കെ മാറി മാറി ചികിത്സിച്ചു. ഭേദമുണ്ടായില്ല. ഇപ്പോഴുള്ള അവസ്ഥ കിടക്കയാണ്. സംസാരിക്കാൻ കഴിയത്തില്ല. നാട്ടിൽ ഞാനായിരിക്കുമ്പോൾ പുള്ളിക്കാരുടെ കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റ് ക്ലീൻ ചെയ്ത് ശുശ്രൂഷിച്ച് ബെഡിൽ കിടത്തി ആഹാരം കൊടുത്തിട്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ. എന്റെ വൈഫിന്റെ അസുഖം തുടരുന്ന വേളയിൽ 2005 എനിക്ക് 3 ആൺകുട്ടികൾ ഉണ്ടായിരുന്നതിൽ 2ാമത്തെ മോൻ പത്തനാപുരം ടൗണിൽ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് ആ പൈതൽ മരണപ്പെടാതെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 26 പൈതൽ മാറ്റപ്പെട്ടിട്ട് 10 വർഷമാണ്. മാറ്റപ്പെട്ട സമയം ഞാൻ വിചാരിച്ചു എന്റെ പൈതലിന്റെ ദൈവം എടുക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ വൈഫിന് ഒരു വിടുതൽ ദൈവം കൊടുക്കുമായിരുന്നു എന്ന്. പക്ഷെ അതിനേക്കാൾ വീണ്ടും ശാരീരികമായിട്ടുള്ള അസുഖത്തിൽ മുന്നോട്ട് ആരുമാറിയ അവസ്ഥയിൽ കടന്നു പോവുകയായിരുന്നു. ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ സംസാരിക്കാൻ കഴിയുന്നില്ല. വൈഫിന്റെ അസുഖം ഇങ്ങനെ ആയിരിക്കുമ്പോൾ വൈഫിന്റെ മാതാവും ഒരു ജ്യേഷ്ഠത്തി അന്മാരുടെ കുടുംബത്തിൽ നിന്നും അവർ ഞങ്ങളെ ശുശ്രൂഷിക്കാൻ കിടന്നു. ഞങ്ങളിവിടെ 13 വർഷമായിട്ടുണ്ട്. ആ ജ്യേഷ്ഠത്തിൽ ഇപ്പോൾ 1.5 വർഷമായി ബ്രസ്റ്റ് ക്യാൻസറായ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം ഭവനത്തിലായിരിക്കുക. ഈ വിധമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിലും ദൈവത്തെ കൂടുതലായി അനുഭവിച്ചറിയാൻ കർത്താവിനെ പറ്റിയിരിക്കുകയാണ്. ഒരിക്കൽ പോലും എന്തുകൊണ്ട് ദൈവമേ എന്ന് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അതിനപ്പുറമായി ആത്മീയമായി ഞാൻ സ്പന്ദനായി മുന്നേറുകയാണ്. സഭാ ശുശ്രൂഷയിലും ഇതുവരെ ഞാൻ കരവാടുന്ന സഭയിലായിരുന്നു. ഇനി ഞാൻ ചെന്നിട്ട് പത്തനാപുരത്തിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ സഭയിലേക്കാണ്. അതെന്റെ വൈഫിന് വയ്യാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്രമീകരണമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ 3 സ്ഥലങ്ങളിൽ കടന്നുപോയി വചനം പഠിപ്പിക്കുകയും തിയോളജിക്കലി എനിക്ക് ലഭിച്ച ഡിഗ്രി പ്ലസ് ഒരു ഷോർട്ട് ടൈം കൗൺസിലിംഗ് കോഴ്സ് പ്ലസ് എന്റെ ദൈവം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ പാതയിലൂടെ ഇന്ന് വളരെ കഷ്ടതകളും ഭാരങ്ങളും ശോധനകളിലും ആയിരിക്കുന്ന അനേകർക്ക് കൗൺസിലിംഗിലൂടെ വിടുതൽ കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പക്ഷെ പറയുന്ന പോലെ ഞങ്ങൾ വീണ്ടും കിടക്കുന്നവരെങ്കിലും നാൾതോറും അനേകരെ എഴുന്നേൽപ്പിക്കുന്നവരായി, ഞങ്ങൾ നാൾതോറും മരിക്കുന്നവരെങ്കിലും അനേകരെ ജീവിപ്പിക്കുന്നവരായി, ഞാൻ വചനം പഠിപ്പിക്കുന്ന അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഈ പ്രാവശ്യം ഞാൻ കടന്നു വരാൻ ആഗ്രഹിച്ചതല്ല. ഞാൻ പത്തനാപുരം പള്ളിമുക്കിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അയലത്തുള്ള ഒരു പയ്യൻ നമ്മുടെ സ്വാധീനത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ഷാർജയിൽ കടന്നു വന്നു. അവന്റെ ഒരു താല്പര്യമാണ് എന്നെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ 1 മാസത്തെ ടൂറിസ്റ്റ് വിസ എനിക്ക് ക്രമീകരിച്ചു. വളരെ പ്രാർത്ഥനയോടെ ഞാൻ ദൈവകർത്താവിനോട് മാത്രം എന്നെ അയക്കണമേ,
കർത്താവ് എന്ന് പ്രാർത്ഥിച്ചു കടന്നു. അടുത്ത വെള്ളിയാഴ്ച ഞാൻ മടങ്ങിപ്പോവുകയാണ്. നിങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കണം. എന്റെ അനുഭവം അറിയാവുന്നതാണ്. നിങ്ങൾ കുഞ്ഞുമോൻ കുടുംബം അതുപോലെ അതുപോലെ ഒരുപക്ഷെ കർണാടക സ്വദേശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അനുഭവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവം സഹായിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവിന്റെ കൃപയിലത്യത്തോളം ദൈവനാമത്തിന് വേണ്ടി ശക്തമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഇവിടത്തെ പോലെ റെസ്റ്റില്ല എങ്കിലും കർത്താവിന്റെ പേരിൽ അതിശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവദാസന് അറിയിക്കുന്നു. വളരെ പെട്ടെന്ന് കർത്താവിനുള്ളിൽ ഒരു വചന പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചു. എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കൊക്കെയും അധികം ഫലം കായ്ക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധരാകുന്നു. എന്റെ വസിപ്പിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഒന്നിന് മുമ്പിന് വേണ്ടി വസ്തുതല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസ്തുതല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉറങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എത്തിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും നിങ്ങളെ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഒരു നിമിഷം എല്ലാവരും എന്നോട് സംസാരിക്കണമേ. എനിക്ക് ആവശ്യമായ ജീവന്റെ വചന തരണമെന്ന് ആഗ്രഹത്തോടെ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിതാവേ കർത്താവേ, ഈ ദൈവസഭയിൽ കടന്നു വരുവാൻ കർത്താവേ സാക്ഷികൾ ശ്രമിക്കുവാൻ വചനം ദൈവത്തിന് ആത്മപ്രചോദനമായി മാറ്റപ്പെടട്ടെ. സാക്ഷിമാർ പ്രിയപ്പെട്ടവർക്ക് ആത്മപ്രചോദനമാകട്ടെ. കർത്താവെ വചനമയുടെ നിൽക്കുകയാണ്. ഈ വചനം കർത്താവിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട അതേ ആത്മാവ് ഘോഷിക്കുവാൻ അതേ ആത്മാവിൽ ജനം ഏറ്റെടുക്കുവാൻ കൃപ ചെയ്യണമേ. എല്ലാ ജനത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പിതാവേ. വചനത്തിന്റെ സംഖ്യ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാര ശക്തികളെ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. കർത്താവെ സമർപ്പിക്കുന്നു. വിട്ടുവന്ന ഭവനത്തെ സഭയെ കാത്തുകൊള്ളണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളിലൂടെ 2-3 ഹല്ലേലൂയ പറഞ്ഞാൽ വളരെ വേഗത്തിൽ സമയം ചുരുക്കമാണ്. ഞാൻ മണിക്കൂറുകളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വചനഭാഗമാണ്. പക്ഷേ ഉള്ള ടൈമിനുള്ളിൽ വളരെ വേഗത്തിൽ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിലും മുന്തിരിവള്ളിയുടെ ഒരു അനുഭവം അവിടെ പറഞ്ഞിരിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ഈ ഭാഗം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 3 വിധമായിട്ടുള്ള 3 ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3 വിധമായ അനുഭവങ്ങൾ, കഥാപാത്രങ്ങൾ. ഒന്ന്, ഫാദർ ഈസ് ദ ഗാർഡനർ. പിതാവായ ദൈവമാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ട്രൂ വൈൻ. യേശു ക്രിസ്തുവാണ് സാക്ഷാൽ മുന്തിരിവള്ളി. വി ആർ ദ ബ്രാഞ്ചസ്. നമ്മളാണ് ശിഖരങ്ങൾ. ഒരുപക്ഷെ യേശു കർത്താവ് അന്ന് പഠിപ്പിച്ചപ്പോൾ യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാരാണ് അന്നത്തെ ബ്രാഞ്ചസ്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളാണ് ബ്രാഞ്ചസ്. അപ്പോ ഇത് ഒന്നാം ഭാഗം. 2, എന്റെ കാഴ്ചപ്പാടിലെ 4 ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. 4 വിധമായ ശിഖരങ്ങളെ ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. ആ ശിഖരങ്ങൾ ഞാൻ ആദ്യം പറയാം. ഈ 4 വിധത്തിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് ജഡ്ജ് അവസ്ഥകൾ നാം നമ്മെ തന്നെ വിധിക്കുക. 1, ഈ വചനപ്രകാരം യഥാർത്ഥ മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് ചേർന്ന് നിൽക്കാത്ത ശിഖരം, അത് ഉണങ്ങിപ്പോകും, തീയിലിടും. 2, ചേർന്ന് നിൽക്കുന്നു, ഫലം കായ്ക്കാത്ത ശിഖരം, അത് വെട്ടിയിടും, അത് ഉണങ്ങിപ്പോകും, തീയിലിടും. 3ാമത്തെ കാറ്റഗറി ചേർന്ന് നിൽക്കുന്നു, ഫലം കായ്ക്കുന്നു, ആകാത്ത ഫലം കായ്ക്കുന്നു, അതിനെയും വെട്ടിയിടും, ഉണങ്ങിപ്പോകും, തീയിലിടും. 4ാമത്തെ കാറ്റഗറി യേശുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്നു, ഫലം കായ്ക്കുന്നു,
യജമാനന് പ്രയോജനമുള്ള ഫലം കായ്ക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരും 4ാം കാറ്റഗറിയിലാകണം ആയിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിലാണ് ഞാൻ ഇനി വചനം. 4ാം കാറ്റഗറിയിലാകുവാൻ തീരുമാനമുള്ള ഒന്ന് തരങ്ങളുണ്ട്. നമ്മളെ കർത്താവ് വിളിച്ചു പറഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ 6 ദിവസങ്ങൾ ജോലി ചെയ്തിട്ട് വളരെ കഷ്ടപ്പാടോടെ നിങ്ങൾ ഇവിടെ കടന്നു വന്ന് വളരെ സന്തോഷകരമായ ആകാശ കർത്താവിന് നൽകുവാനിടയാക്കി. കർത്താവിന്റെ കൃപയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സൗര്യമാർഗം തുറന്നുപോയി കർത്താവിന് വേണ്ടി നിൽക്കുന്ന നമ്മളെ കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലം കായ്ക്കുന്നവരുടെ കൂട്ടത്തിൽ ദൈവം കണ്ടെത്തും. ഫലം കായ്ക്കുക എന്നുള്ളത് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഫലം കായ്ച്ച യജമാനന് പ്രയോജനമുള്ള ഫലം കഴിക്കാൻ എക്സ്ട്രാ ഒരു വർക്ക് അവിടെ നടക്കും. അതാണ് 2ാം വാക്യം. ഒന്ന് വായിക്കാം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിപ്പാക്കും. ആമേൻ, ആമേൻ. കായ്ക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ എല്ലാവരെയും കാണുന്നത്. കായ്ക്കുന്നതൊക്കെ അധികം ഫലം കായ്ക്കാനും എന്ത് ചെയ്യുന്നു? ചെത്തി വെളിപ്പാക്കും. നമ്മുടെ ജീവിത അർത്ഥം വരുന്ന പല പാട്ടുകൾ പാടാറുണ്ട്. പക്ഷെ ചെത്തൽ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിന്റെ വേദന അനുഭവിക്കുന്നത്. ഞാൻ കാത്തലിക് സഭയിലായിരുന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ മരക്കുരിശിൽ ചുമന്ന് റോഡെ നടക്കാൻ തീരുമാനിച്ച ആളാണ്. പക്ഷെ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു മരക്കുരിശ് എടുക്കാൻ ഇടയാകുന്നതിന് തൊട്ട് മുൻപാണ് കർത്താവ് ഈ സത്യവ്രതപ്രായം വിളിച്ചു വേർതിരിച്ചത്. ജീവിതാനുഭവത്തിലൂടെ കർത്താവ് അനുവദിച്ച കുരിശും എടുത്തുകൊണ്ട് യേശുവിനെ പിൻഗമിക്കുക. നമുക്ക് പാട്ട് പാടുവാൻ പലപ്പോഴും ഇഷ്ടമാണ്, നമ്മൾ പാടാറുണ്ട്. കഷ്ടതയുടെ പാനപാത്രം തന്നാൽ ചോദ്യം ചെയ്യാതെ പാനം ചെയ്യും. ചെത്തി വെടിപ്പാക്കാൻ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, യജമാനന് പ്രയോജനപ്പെടുന്ന ക്രിയ നമ്മളിൽ ചെയ്യുവാൻ യേശു കർത്താവ് വേണ്ടുവണ്ണം പ്രൂണിംഗ് പ്രക്രിയ, ചെത്തി വെടിപ്പാക്കുന്ന പ്രക്രിയ നമ്മിൽ നടത്തുവാൻ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, ഭയങ്കര പവർഫുള്ളായിരിക്കും. ഞാൻ ചിലപ്പോൾ പറയാറുള്ള കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൂടി ചേർക്കുകയാണ്, LKG UKG കൂടി ചേർക്കുന്നുണ്ടേ. കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവർ ബെറ്റർ ഫ്യൂച്ചർ കണ്ടെത്തുവാനാണ്. പക്ഷേ അവർ എക്സാം എന്ന് പറയുന്ന ഇഷ്ടമില്ലാത്ത പ്രക്രിയയിലൂടെ കടന്നുപോയിരിക്കുന്നു. 5ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് മാതാവിനോട് പറയാം, മമ്മി എനിക്ക് പരീക്ഷ ബുദ്ധിമുട്ടാ, എന്നാ പിന്നെ മക്കളെ പരീക്ഷ എഴുതാൻ പോകണ്ട. ആരെങ്കിലും പറയാറുണ്ടോ? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ചില ഇഷ്ടമില്ലാത്ത പ്രക്രിയകളിലൂടെ ഉടയപോലെ നമ്മളെ കടത്തി വിടുന്നു എങ്കിൽ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ മാനുഷികമായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മുടെ കഷ്ടത മാറാൻ, നമ്മുടെ ഭാരം മാറാൻ, നമ്മുടെ രോഗം മാറാൻ, കടഭാരം മാറാൻ, നിന്ദ, പരിഹാസം, അപമാനം, ഒറ്റപ്പെടൽ ഒക്കെ മാറ്റപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ സാധിക്കും. പ്രവാചകന്മാരെ വിളിച്ച് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് സാധിക്കും. പക്ഷെ എന്റെ വചന പഠനവും എന്റെ അനുഭവമായിട്ട് ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ, ദൈവമക്കൾക്ക് ഭൗതിക ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ഭാരങ്ങൾ മാറുവാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിന്റെ മധ്യയുള്ള ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹിസ്കിയാവ് മരണകരമായ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ യെശയ്യാവ് എന്ന് പറയുന്നു, നീ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. അവനെന്താ ചെയ്തേ? പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ എക്സ്ട്രാ 15 വർഷം നീക്കി കൊടുത്തു. എന്താ റിസൾട്ട് എന്ന് പറയാമോ? തലവേദന പിടിച്ചൊരു രാജാവുണ്ടായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവഹിതമല്ലാത്ത ഭൗതികം നീ ചോദിച്ചു വാങ്ങിയാൽ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരുപക്ഷെ തലവേദനയായി മാറും. ഒരുപക്ഷെ ദൈവഹിത പ്രകാരമുള്ള നന്മ നീ ചോദിച്ചു വാങ്ങിയാൽ നീ നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമായിരിക്കും. മാത്രമല്ല നിത്യനിൽ നീ എത്തിച്ചേരും. ഇന്ന് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ചില വാസുമാരുടെ പ്രശ്നം കേൾക്കുമ്പോൾ ലിറ്ററലി ഞാൻ വളരെ കരഞ്ഞിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. ഭൗതികത്തെ പ്രൊമോട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന വചനഭാഗങ്ങൾ പുതിയ നിയമത്തിൽ കേൾക്കുമ്പോൾ എനിക്കതിനോട് വളരെ ഭാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ന് യേശു കർത്താവ് ഒറ്റ സ്ഥലത്ത് പോലും ഭൗതികത്തിന് വേണ്ടി പ്രസംഗിച്ചിട്ടില്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ ഭാരതാപുരപ്പെട്ട് എന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ 30 എടുത്തു നോക്കൂ. ഭൗതികമല്ല നമുക്ക് ആവശ്യം. നമ്മുടെ മക്കളെല്ലാം ചിന്തിക്കും, ഈ ഗൾഫിൽ വന്ന അതിനു വേണ്ടിയല്ലേ? അതെ, നിങ്ങളുടെ ജോലി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, മുന്നേറുക. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല, ദൈവരാജ്യമായിരിക്കണം. വചനം അവിടെ പറയുന്നത്, ജാതികൾ ഈ വകയൊക്കെ അന്വേഷിക്കുന്നു, എന്ത് നിന്നും എന്ത് കുടിക്കും എന്തുകൊടുക്കുമെന്ന് അവർ അന്വേഷിക്കുന്നു. പക്ഷെ സ്വർഗത്തിനായ നിങ്ങളുടെ പിതാവ് ഈ വകയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. നീ എന്ന് പറയുന്ന ദൈവവേദ നീ അന്വേഷിക്കുന്നത് അവന്റെ രാജ്യത്തെ നീതിമാണ്. ദൈവം തമ്പുരാൻ നിന്നെ കടത്തിവിടുന്ന ജീവിത പാന്താവുകളിലൂടെ അവൻ ഇന്ന് തന്നെ ഞാൻ
അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. എന്റെ ഭാര്യയ്ക്ക് പൂർണ്ണമായ വിടുതൽ നൽകി എഴുന്നേൽപ്പിക്കണേ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത്ര കഠിനാണോ എന്ന് ചോദിച്ചാണ്. അല്ല, എന്റെ ഭാര്യയുടെ വിഷയത്തിൽ കണ്ണീരാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ പുള്ളിക്കാരെ കരച്ചിൽ കേൾക്കുന്നില്ല. എപ്പോഴും കാര്യമുള്ള അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം, കൂട്ടാളിക്ക് ഉണ്ടാകുന്ന വേദന അനുഭവിക്കുന്നവർക്കാണ്. അതിന്റെ മധ്യ എന്റെ പോലും മാറ്റപ്പെട്ടു. അവർ മുഴുവൻ ഞാൻ കർത്താവിന്റെ വേല ഇത് വരുമ്പോൾ ചിലപ്പോൾ കരത്തിന്റെ ബാധയാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് പൂർണ്ണമായി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാത്തെന്നറിയുന്ന വചനം ഞാൻ പഠിച്ചിട്ടാണ്. ഭൗതികരണം ഇന്നത് വേണമെന്ന് പിടിച്ചു വാങ്ങാനല്ല, ആത്മീയത്തിൽ സമ്പന്നനാകണം. പൗലോസ് ഈ ശൂലം മാറാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ശൂലമാണ് മാറ്റി കൊടുത്തു പറഞ്ഞ് കൃപ കൊടുത്തു. നമുക്ക് ആവശ്യം കൃപയാണ്. നമ്മെ ദൈവം കടത്തിവിടുന്ന പ്രതികൂലങ്ങളുടെ മധ്യേ നിലനിൽക്കുവാനുള്ള കൃപയാണ് ഭക്തന്മാരെ ആവശ്യം. ഹല്ലേലൂയ. ഞാൻ തറപ്പിച്ചു പറയാം, നമുക്ക് ആവശ്യം ഭൗതികമല്ല. ഭൗതികം കൊണ്ട് ഒരു മനുഷ്യനും തന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയത്തില്ല. ഞാനൊരു വെല്ലുവിളി നടത്തുകയെ ഇവിടെ ഉള്ള എല്ലാവർക്കും ദൈവം തമ്പുരാൻ ഒരു 10 കോടി രൂപ വീതം തന്നാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ല കണ്ടെത്തുന്ന ആർക്കും ഗ്യാരണ്ടി ഉണ്ടോ? കോടികൾ ബാങ്ക് ബാലൻസ് വെച്ചിട്ട് കുടുംബജീവിതത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ അയക്കുന്നിടത്ത് 10 ഡൈവോഴ്സായി കണ്ണീരിൽ ദുഃഖത്തിലുമാകുമ്പോൾ ഇവരുടെ പ്രായം ഞാൻ പറയട്ടെ, എന്റെ ദൈവമേ, എനിക്ക് സമ്പത്ത് ലഭിച്ചില്ലെങ്കിൽ എന്റെ ദൈവം എന്റെ കൂടെ ഇരുന്നാൽ മതിയെന്ന് തീരുമാനമെടുക്കുന്ന ഭക്തരുണ്ടോ? ദൈവം തമ്പുരാന്റെ കൂടെ ഇരിക്കും, നിന്നെ തലമുറയെ നയിക്കും, നിന്റെ തരുവാൻ കഴിയും. സ്വർഗീയ മഹിമകളെ പിടിച്ച് ഈ സ്ഥാന ലോകത്തേക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? നമുക്കിവിടെ പറ്റുമെന്ന വരുമാനമല്ല. ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ കഷ്ടതകളും ഭാരങ്ങളും വേദനകളും മാറ്റി കുറെ നന്മകൾ തന്നതിന് സന്തോഷത്തോടെ എത്രവർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും. ദൈവം തന്ന നന്മകൾക്ക് സ്തോത്രം ചെയ്യുക. പക്ഷെ അവിടെ കൊണ്ട് ഫുൾസ്റ്റോപ്പിടരുത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതല്ല, ദൈവരാജ്യം പ്രാപിക്കുവാനാണ്. ദൈവപുത്രനായ യേശു കർത്താവ് സ്വർഗീയ മഹിമ പിടിച്ച് ഇവിടെ വന്നത് മനുഷ്യപുത്രരാകുന്ന നമ്മെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി പോക്കിയെടുത്ത് നിന്റെ കൊണ്ട് എത്തിക്കുവാനാണ്. നിന്റെ ലക്ഷ്യമാകുന്ന ഭക്തന്മാർ ഈ പ്രൂണിംഗ് പ്രക്രിയ എന്താണ്? ചെത്തി വെടിപ്പാക്കൽ. ഞാൻ 18ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ പ്രസംഗിക്കാൻ തുടങ്ങിയാണ്. ഇതേ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോഴാണ് ഈ മുന്തിരിയുടെ സാക്ഷാൽ യഥാർത്ഥ ഫംഗ്ഷൻ ഞാൻ പഠിച്ചത്. ഞാൻ 96-ൽ ബാംഗ്ലൂരിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ടൈമിന് ഞാൻ എന്റെ ഫാമിലിയായിട്ടാണ് പോയത്. ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട്. ഭാര്യ ആരോഗ്യത്തോടെ അവിടെ ഇരിക്കുക. ആ ഗ്രാജുവേഷൻ സമയത്ത് ഞങ്ങൾ അറിയുന്നു, ആ കോളേജിന് അടുത്തൊരു തോട്ടത്തിൽ മുന്തിരി ഫ്രീ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഞാനും ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ചില ഫ്രണ്ട്സുമായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവർ ഞങ്ങൾ കളക്ട് ചെയ്തു പോയി. അവിടുത്തെ ഫ്രീ ആയിട്ട് മുന്തിരി കിട്ടും. അവിടത്തെ ഒരു കണ്ടീഷൻ, മുന്തിരി നമ്മൾ കയറി പറിച്ചെടുക്കണം. അത്ര ഒരു കാര്യം. അപ്പൊ ഞാൻ അന്വേഷിച്ചു, എന്താ ഈ മുതലാളി ഇത്രയും തോട്ടത്തിനകത്ത് മുന്തിരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? വളരെ വ്യക്തമായി പറയാം, പ്രൂണിംഗ് പ്രക്രിയ, ചെത്തി വെടിപ്പാക്കൽ പ്രക്രിയ ചെയ്തില്ല. ഒരുപക്ഷെ ഞാൻ എന്നെ കേൾക്കുന്നവർക്ക് ഈ മുന്തിരിയെ കുറിച്ച് അറിയാവുന്ന, ഈ മുന്തിരി വളർന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ ഇതിന്റെ വള്ളിത്തല മുറിക്കാൻ പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. നമ്മുടെ റോസാക്കൊക്കെ ഈ ചെത്തി വെടിപ്പാക്കുന്നത് പോലെ ഇങ്ങനെ വള്ളിത്തല മുറിക്കുന്ന ഭാഗത്ത് നിന്ന് വളരെ മനോഹരമായ ഫലം ഉണ്ടാകും. അത് യജമാനന് പ്രയോജനപ്പെടും. പക്ഷേ ഈ ഞാൻ പോയി മുന്തിരി പറിച്ച തോട്ടത്തിന്റെ ഉടമസ്ഥൻ ആ സമയത്ത് തനിക്ക് ജോലിക്കാരെ നിർത്തി പണിക്കാൻ ഈ വള്ളിത്തല മുറിക്കുന്ന പരിപാടിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മുന്തിരി കായ്ച്ചു, പക്ഷെ ആ കായ് യജമാനന് പ്രയോജനമുള്ളതല്ല. എന്നാൽ എങ്ങനെയാണ് ഞാൻ പറയാം അനുഭവം. ഞങ്ങൾ പോയി പറിച്ചപ്പോൾ ഒരുപക്ഷെ ഉദാഹരണത്തിന് ഒരു കൊലയിൽ ഒരു 20 കായ എന്ന് വിചാരിക്കുക, 20 മുന്തിരി. ഈ 20 മുന്തിരിയാണെങ്കിൽ ഒരു 3-4 കാറ്റഗറിയിൽ വരുന്നത്. ആദ്യത്തെ 5 എണ്ണം ശരിക്കും ഒരു പക്ഷേ വിളവായി പഴുത്തെങ്കിൽ അടുത്ത 5 എണ്ണം അല്പം കൂടെ മൂപ്പ് കുറവാണ്. അടുത്ത 5 എണ്ണം അല്പം കൂടെ മൂപ്പ് കുറഞ്ഞത്. ഏറ്റവും അവസാനത്തെ 5 എണ്ണം പിഞ്ചാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു കൊലയിൽ തന്നെ ഒരു 3-4 വിളവിന്റെ ഘട്ടങ്ങളുള്ള മുന്തിരി. ആ ഒരു കൊല പറിച്ചിട്ട് വിൽക്കാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് യജമാനൻ എന്ത് ചെയ്തു? ആർക്ക് വേണമെങ്കിലും വഴി പോകുന്നവർക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാനും ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ 4-5 കവർ നിറച്ച് മുന്തിരി പറിച്ചു. എന്റെ ഭാര്യ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത് പുള്ളിക്കാരി അത് പ്രയോജനപ്പെടുത്തി.
പുള്ളിക്കാരി അത് പഴുത്തതൊക്കെ ഭക്ഷിക്കാനെടുത്തു, പിഞ്ചായിട്ടുള്ളതൊക്കെ മുന്തിരി അച്ചാറിട്ടു. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവം ചെയ്യാനല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മളെ ഏൽപ്പിക്കണം. സ്വർഗസ്ഥനായ പിതാവേ, പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നില്ല, പ്രാർത്ഥന പഠിക്കല്ല, പക്ഷെ വചനത്തിന്റെ സത്യം നമ്മൾ അനുഭവിക്കാറുള്ളതാണ്. കർത്താവ് പഠിപ്പിച്ചതിനകത്തുള്ള ഒരു വാദമുണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണം. നമ്മളൊക്കെ ചെയ്യാറുള്ളത് നമ്മൾ സ്ട്രാറ്റജീസും പ്ലാനും ഒക്കെ ചെയ്തിട്ട് ദൈവം തമ്പുരാനോട് പറയും സൈൻ ചെയ്യാൻ. അങ്ങനെ സൈൻ ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്, ദൈവമാണ്. ദൈവം തമ്പുരാന്റെ പദ്ധതിക്ക് വേണ്ടി നീ എന്ന് പറയുവാൻ പറയുന്നു. ദൈവത്തെ ചോദ്യം ചെയ്യുവാനല്ല. യെസ് ലോർഡ്, ഐ ആം യുവർ സെർവന്റ്. അതേ കർത്താവേ, നിന്റെ പദ്ധതിക്ക് വേണ്ടി ഞാനിതാ നിന്റെ ദാസനെന്ന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മളിലൂടെ മനോഹരമായ വരത്തെ പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ കർത്താവാണ്. കർത്താവിന്റെ വചനം സത്യം, സത്യം, സത്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 10 ഒരാൾ വായിക്കുമ്പോൾ അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരമാകട്ടെ, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. തൊട്ടുമുകളിൽ പറയാൻ അപ്പൻ ശിക്ഷിക്കാത്ത മകനാരാ ഉള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാതാണോ വളർത്തുന്നത്? ദൈവം തമ്മിൽ നമുക്കൊരു പ്രൂണിംഗ് പ്രക്രിയ, ഒരു ശക്തി വെളിപ്പാക്കുന്ന പ്രക്രിയ, ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ തരുന്നതിനാണ്. വചനം പറയുകയാണ്, ഭൂമിയിലുള്ള മാതാപിതാക്കൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെ അല്പസമയം ചെയ്യുന്നു. സ്വർഗസ്ഥനായ ദൈവമോ തന്റെ വിശുദ്ധി നാം പ്രാപിക്കുവാൻ തന്റെ ഹിതപ്രകാരം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ വിളിച്ച വിശുദ്ധരൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ, അഴുക്ക് മാറ്റിക്കളയുവാൻ, ഭ്രൂണിയ പ്രക്രിയ ചെയ്യുവാൻ ദൈവം തമ്പുരാന് പദ്ധതിയെങ്കിൽ എത്തുകൂടുവാൻ എത്ര പേരുണ്ട്? അവരെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യം. ദൈവത്തിന്റെ വചനം സത്യം, സത്യം. നമ്മളൊരു പക്ഷെ നമ്മുടേതായ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ പോയാലും വചനത്തിന് മാറ്റമില്ലെന്ന് പറയട്ടെ. ഈ കെട്ടിടത്തിന് സിസ്റ്റത്തിന് വ്യത്യാസം വന്നു, ഭരണപരിഷ്കാരങ്ങൾക്ക് വ്യത്യാസം വന്നു, വസ്ത്രം മാറി, ആഹാരം മാറി, പല സിസ്റ്റങ്ങളും മാറിയെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. വചനം പറയുന്നത് എന്താണ്? ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിലാരാധിക്കുന്നു. നിന്റെ വലത് കൈ നിന്റെ കിടത്തിയാവുമെങ്കിൽ രണ്ട് കൈയുള്ളവനായി നരകത്ത് പോകാതെ ഒറ്റ കൈയുള്ളവനായി ആ ഇടത്തുള്ള കൈ വെട്ടിക്കളഞ്ഞിട്ട് നീ ദൈവരാജ്യം പ്രാപിക്കുന്നത് നല്ലത്. മരണാനന്തരം വിശ്വസിക്കുന്ന ഭക്തന്മാർ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കർത്താവ് നമ്മെ കടത്തിവിടുന്ന പാതയെ ചോദ്യം ചെയ്യാതെ, അൺക്വസ്റ്റ്യനബിൾ ഒബീഡിയൻസ് ആയി ചോദ്യം ചെയ്യാതെ യെസ് ലോർഡ് ഐ ആം യുവർ സെർവന്റ് എന്ന് പറയുവാൻ തീരുമാനമുള്ള ഭക്തനെയാണ് കർത്താവിനെ. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, ബാക്കി പറഞ്ഞ് നീ നിന്നെ തന്നെ ത്യജിച്ച് നാദോറും ദൈവം അനുവദിക്കുന്ന ജീവിതത്തിന്റെ ക്രൂശും എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. അങ്ങനെ വരാത്തവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ശിഷ്യത്വത്തിന്റെ ടീച്ചിങ്സ് ഇല്ല. ഇന്ന് വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികമായ ചില ഘടകങ്ങളുടെ ടീച്ചിങ്സ് മാത്രം നൽകി അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയട്ടെ, കർത്താവ് നമ്മെ വിളിച്ചത് ശിഷ്യരാകുവാനാണ്, ദൈവരാജ്യം പ്രാപിക്കുവാനാണ്, യേശുവിനോടുള്ള നിത്യത അനുഭവിക്കുവാനാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളോട് സൂചിക്കുകയാണ്. ഇവിടെ 16-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പോയി ഫലം കഴിക്കും. എന്താണ് പോയി ഫലം കഴിക്കൽ? കർത്താവ് യേശുവിനുള്ള രക്ഷ അനുഭവിച്ച് നിത്യജീവൻ ഓഹരിക്കായ ദൈവമക്കളെ, നമ്മൾ പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള, ഒരുപക്ഷെ നിങ്ങളിവിടെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളോടുകൂടെ ജോലി ചെയ്യുന്ന മറ്റു ഭാഷക്കാർ, മറ്റു ദേശക്കാർ, മറ്റു മതസ്ഥർക്കു കൂടെ രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തരുടെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമം മാത്രമാണ്. യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സത്യദൈവമാണ്. എല്ലാ മുഴങ്കാലും മടങ്ങി എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവിനെ ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഇന്ന് യേശുവിനെ വീട് നമസ്കരിച്ച് യേശുവിന്റെ കർത്തൃത്വം അംഗീകരിക്കുന്ന ഭക്തന്മാർ, യേശുവിനെ ആരാധിച്ച് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് സൗഭാഗ്യത്തിൽ പ്രവേശിക്കുമ്പോൾ യേശുവിനെ ഇന്ന് സ്വീകരിക്കാത്തവരും അന്ന് മുഴങ്കാലും മടങ്ങി യേശുവിന്റെ കർത്തൃത്വത്തെ ഏറ്റു പറഞ്ഞിട്ട് നിത്യ നരകത്തിൽ പോകും. എന്റെ പിതാവായ ദൈവത്തിന് ഒരിക്കലും പോലും ഒരു വ്യക്തിയെ പോലും നാശത്തിലേക്ക് തള്ളിക്കളയാൻ പദ്ധതിയില്ല. നാം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം, ഇടപെടൽ, സംസാരം, സുവിശേഷീകരണം അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാനില്ല. നമ്മൾ ഈ ഭൂമിയിൽ നേടുന്ന ഭൗതിക നിലനിർത്തിയില്ല. പക്ഷേ വചനം പറയുന്നു, അവരുടെ പ്രവൃത്തി അവരെ അനുഗമിക്കും. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ തന്നിരിക്കുന്ന ഈ ആയുസ് കൊണ്ട് സുവിശേഷം പറയുന്നത് അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനും ഇടയാകട്ടെ. ഈ ഫലം കഴിച്ചുവാനും ചെയ്യണം. ഒറ്റ കണ്ടീഷൻ,
നമ്മൾ അവനിൽ പറ്റി തീർന്നിരിക്കണം. Hallelujah. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, അപേക്ഷിപ്പിൻ. നിങ്ങൾ എന്നിൽ വസിപ്പിൻ. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കഴിക്കും. Amen. ഫലം കഴിക്കുന്ന വേളയിൽ കൂടുതൽ ഫലം കഴിക്കുവാൻ കർത്താവേ എന്നെ എങ്ങനെയാണ് നിനക്ക് നയിക്കാൻ പദ്ധതി യെസ് ലോഡ് എന്ന് പറയുവാൻ തീരുമാനമുള്ള ഭക്തന്മാർ എത്ര പേര്? Praise the Lord. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, മത്തായി സുവിശേഷം 11 ആമേന് 28-29-30 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഈ ക്രൂസ് വഹിക്കുവാൻ നമ്മൾ തീരുമാനമെടുത്താൽ ക്രൂസ് കഠിനമേറിയതല്ല. നമ്മുടെ കുഞ്ഞിന് ഒരുപക്ഷെ 10 കിലോ വെയിറ്റ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടെടുപ്പിക്കുന്നില്ല, നമ്മൾ എടുക്കും. കർത്താവിന്റെ നാമത്തിൽ നമ്മൾ പോകുമ്പോൾ അനുവദിക്കുന്ന കർത്തകൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഭാരം ചുമക്കാൻ കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഞാൻ യേശുവിനെ അനുഭവിക്കുകയാണ്. ഞാൻ കടന്നു പോകുന്ന അനേകർക്ക് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക. എന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരുപക്ഷെ പുറമെ പറയത്തക്ക ഉത്തരമില്ലെങ്കിലും അനേക വിഷയങ്ങൾക്ക് ഉത്തരം നൽകി എന്റെ ദൈവം 24 മണിക്കൂർ എന്നെ നടത്തുക. യേശുവിന്റെ പാദം വെച്ചുവാ, യേശുവിനോട് വെച്ചിട്ട് കൂടുതൽ ഫലം കഴിക്കുവാൻ എത്ര പേര് തീരുമാനമുള്ള ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ തീരുമാനമുള്ളവർ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുന്ന പിതാവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ബാലിശമായ അറിവില്ലായ്മയുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് വരുന്ന ചില സ്വാഭാവങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുകയോ അത് ഞങ്ങളുടെ കഷ്ടത ദുഃഖം ഭാരം മാറുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ തന്റെ ഭക്തന് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പാതയിലൂടെ നാം ഓരോ ക്രൂശുമെടുത്തുകൊണ്ട് ദൈവരാജ്യം പ്രാപിക്കുവാനാണല്ലോ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറുക മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഇടപെടലും കൊണ്ടും അനേകരെ സുവിശേഷ പരിസരത്തിലേക്ക് നടത്തുവാൻ പോയി ഫലം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതം ദൈവത്തിലും പരിസ്ഥിതിയിലും വിശുദ്ധ ജീവിതമായിരിക്കുവാൻ കൃപ ചെയ്യണമേ. കൂടുതൽ ഏകമാനന്റെ പ്രയോജനമുള്ള ഫലം നയിക്കുവാൻ ഞങ്ങളൊരു കൂടിപ്രക്രിയ ചെത്തിപിടിപ്പാക്കുന്ന പ്രക്രിയ കർത്താവ് ചെയ്യുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾക്കത് സന്തോഷിക്കുവാൻ വരുന്നു മനസ്സിലാക്കുന്നു. കർത്തരുടെ മധ്യയിലൂടെ ദൈവരാജ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ കിടക്കണമേ പിതാവേ. ഒരിക്കലും കടന്നുപോകുന്ന ജീവിതബാന്ധവോട് ലോകമയത്വം ഞങ്ങൾ കയറി ദൈവമേ നന്ദിപ്പെടുവാൻ ഇടവരുന്നത്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന പിതാവ് എല്ലാവരും ദൈവരാജ്യത്തിനാകട്ടെ. സമർപ്പിക്കുന്നു, മഹത്വം തിരുമേനിക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ സമയത്ത് നഗരസഭ സമിതി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.